ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മില്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. കുതിർത്ത ശേഷം ഞാൻ കുക്കറിലൊരു 2 വിസിൽ അടിച്ച് വേവിച്ചിട്ടുണ്ട്. കാരണം അത് കൂടുതലായി കഴിഞ്ഞാൽ നന്നായിട്ട് അത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് വേണ്ട, 2 വിസിൽ മതി. 2 വിസിൽ തന്നെ ഇതാണ്. കുക്കറില്ലാതെ നമുക്ക് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് അത് വേവിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ലത് കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ഇത് 2 വിസിലടിച്ച് വേവിച്ച് വെച്ച മില്ലറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് സ്പ്രിംഗ് ഓണിയനോടാണ് ഞാൻ ഇട്ടേക്കുന്നത് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ബീൻസോ എന്ത് വേണമെങ്കിലും അതിൽ ഉപയോഗിക്കാം. ഒരല്പം എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് നമുക്ക് പീനട്ട് ആഡ് ചെയ്യാം, കപ്പലണ്ടി. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ എണ്ണയൊക്കെ വളരെ കുറച്ച് മതി നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ കപ്പലണ്ടി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റുവാണ്. അതേ എണ്ണയിൽ തന്നെ, നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ആദ്യം ഈ ഉള്ളിയിട്ട് വഴറ്റുവാണ്. വഴറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് ഗോൾഡൻ കളറാവുക അങ്ങനെയൊന്നും വേണ്ട. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർക്കാം കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്ത് സ്വീറ്റ് കോണോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന നമ്മൾ ഇഞ്ചി, പച്ചമുളക് അതും ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റും ഞാൻ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഒക്കെ ഇടുകയാണ്. ബീൻസും ഞാൻ സാധാരണ ഇടാറുള്ളതാണ്. ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. അപ്പം ഗ്രീൻ പീസും ബീൻസും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിന്നറിനൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് മില്ലറ്റിൻ്റെ. അപ്പോൾ ഇതേ ബാക്കിയിരിക്കുന്നത് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് ഒണിയനും കൂടെ ഞാൻ ആഡ് ചെയ്യുക കേട്ടോ. കാരണം ഇതിനകത്ത് ഇനി വേവാനെന്ന് പറഞ്ഞാൽ ക്യാരറ്റൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരല്പം മുളക് പൊടി. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഒരല്പം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കാശ്മീരി പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട്, നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആ പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ മാത്രം മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മില്ലറ്റ് ആഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് 4-5 മണിക്കൂർ കുതിർത്ത് വെക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സായ ശേഷം ഞാനതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റ് ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പം മില്ലറ്റും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മില്ലറ്റ് ആഡ് ചെയ്ത ശേഷം ഞാനൊരു അല്പം വെള്ളം തളിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുന്നത്. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. പിന്നെ ചിലവർ 1 മണിക്കൂറൊക്കെ ഇത് വെള്ളത്തിലിട്ടിട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും. പിന്നെ നമുക്ക് രാത്രി വേണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് നമുക്ക് രാവിലെ എണീച്ച് അത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഒന്നാമത്തെ കാര്യം, മില്ലറ്റ് നന്നായി വാഷ് ചെയ്ത് 2 വട്ടം വാഷ് ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ വേണം കുതിർത്ത് വെക്കാൻ. അതേ വെള്ളത്തിൽ വേണം നമുക്ക് മില്ലറ്റ് വേവിച്ചെടുക്കാനും. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ആദ്യം നന്നായിട്ട് കഴുകി മാറ്റി വെച്ച ശേഷം നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതേ വെള്ളത്തിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അത്രയും വെള്ളം വേണമെന്നൊന്നുമില്ല, അത്യാവശ്യം വേണ്ട വെള്ളം. മില്ലറ്റിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ചാൽ മതി കുക്കറിൽ. ഇപ്പോൾ ഇത് ഞാൻ മില്ലറ്റൊക്കെ ഇട്ട് അല്പം വെള്ളം തളിച്ച് ഒരു 3-4 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.